എവിടെ വീണ ജോർജ്? എവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്? എവിടെ? ഇവിടെയൊക്കെ എന്തിനു മന്ത്രിയാക്കിയത്? പാവപ്പെട്ട ജനങ്ങൾ വോട്ടിട്ട് 6:30 മണി മുതൽ കാപ്പി മാറ്റം ശ്രമിക്കുന്നു. ഇരുട്ടത്ത് എങ്ങനെ കയറി പോകും? രണ്ടാമത്തെ നിലയിൽ എങ്ങനെ ആഹാരം കൊടുക്കും ഒരു ഗർഭിണിക്ക്? നമസ്കാരം. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഴിമതിക്കാരിയായ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് വീണ ജോർജാണ്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ സമ്പൂർണ്ണമായി ജനങ്ങളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്ന മന്ത്രിയാണ്, വകുപ്പാണ്. ആ വകുപ്പിലേക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മരുന്നും മറ്റുപകരണങ്ങളുമാണ് വാങ്ങുന്നത്. ആ വാങ്ങുന്ന അതിലെല്ലാം തന്നെ 25 to 40% വരെ കമ്മീഷനുണ്ട്. ഈ കമ്മീഷൻ ഉറപ്പിക്കലാണ് പിണറായി വിജയന് വേണ്ടി ഈ വീണ ജോർജും അതേപോലെ ഭർത്താവ് ജോർജും ചേർന്ന് നടത്തുന്നത് എന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ആരോഗ്യ മേഖലയിൽ അതേപോലെ നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവുകൾ ക്രൈം നേരത്തെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിനു വേണ്ടി നിൽക്കുന്നത് അവരുടെ സെക്രട്ടറി സജീവാണ്. സജീവ് മുമ്പ് AKG സെൻറ്ററിലെ സെക്രട്ടറി ആയിരുന്നു. അതുവഴി പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ വലങ്കൈയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിന് കോൺട്രാക്ടർമാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങലാണ് മറ്റൊരു പരിപാടി. അതിന് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നതും പിന്നിൽ നിൽക്കുന്നതും റിയാസാണ്, മുഹമ്മദ് റിയാസ്. ഇവർ വഴി നടത്തുന്ന കോടാനുകോടി രൂപയുടെ തട്ടിപ്പുകൾ ഞാൻ ക്രൈം നേരത്തെ പുറത്തു പറഞ്ഞിരുന്നു. അവസാനം എന്തായി? ആശുപത്രിയിൽ ഉപകരണങ്ങളെല്ലാം എത്തിക്കും, എല്ലാ സൗകര്യം എത്തിക്കും, എന്നാൽ കൃത്യമായിട്ട് പ്രവർത്തനമില്ല. ചില സ്ഥലത്ത് പട്ടികളാണ് എറിഞ്ഞു നടക്കുന്നത്. അവിടെ പല ഹോസ്പിറ്റലിൽ നിന്ന് പട്ടികളെ കാണാം. അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയായി. രോഗികളെ നോക്കാൻ കൃത്യമായി ആളുകളില്ല, കൃത്യമായ സംവിധാനങ്ങളില്ല. ഇന്നിതാ SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് നടന്നത് എന്താ? മണിക്കൂറുകളോളം കറണ്ട് ഇല്ലാതായി. ഈ കറണ്ട് കൃത്യമായി പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്, ജനറേറ്റർ കൃത്യമായി പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്. അതിലൊന്നും തന്നെ ഈ മന്ത്രിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല പല ഹോസ്പിറ്റലിലും ബലാത്സംഗങ്ങൾ നടക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാർഡിൽ വെച്ചിട്ടാണ്, ICU വാർഡിൽ വെച്ചിട്ടാണ് ബലാത്സംഗം നടന്നത്. അവസാനം പ്രതികളെ സംരക്ഷിക്കുന്ന പരിപാടിയിലായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നത്. നിപ്പ എന്ന പേരിൽ അവർ നടത്തുന്ന വലിയ തട്ടിപ്പിൻ്റെ, വലിയ പബ്ലിസിറ്റിയുടെ കാര്യങ്ങൾ ക്രൈം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നിപ്പ ഇല്ല, പക്ഷേ നിപ്പയുണ്ടാക്കി, സംശയമുണ്ടാക്കി ജനങ്ങളെ ഭീതിയിൽപ്പെടുത്തുന്ന ഒരു ആളാണ് ഈ മന്ത്രി. അങ്ങനെ കേരളത്തിൽ മുച്ചൂടം നശിപ്പിച്ച, ആരോഗ്യരംഗത്തെ മുച്ചൂടം നശിപ്പിച്ച ഈ മന്ത്രിക്ക് എങ്ങനെയാണ് ഈ മന്ത്രിസ്ഥാനം കിട്ടിയത്? നമുക്കറിയാം, പിണറായി വിജയനെ കുഴലൂത്ത് നടത്തിയിട്ടാണെന്ന് ഞാൻ നിരവധി പറഞ്ഞിട്ടുണ്ട്. അവർ നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിലൂടെയും അല്ലാതെയും പിണറായി വിജയന് സ്തുതിഗീതം പാടുക, എന്നിട്ട് അവരെ ആദ്യം പിണറായി വിജയനെ സ്വർഗത്തിൽ വരെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. സ്തുതിഗീതം പാടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. മുങ്ങിത്താഴുന്ന കപ്പലാണെങ്കിലും അതിനൊരു കപ്പലുണ്ട്, അതിന് കപ്പിത്താനുണ്ട്. ആ കപ്പിത്താനുള്ളിടത്തോളം പേടിക്കണ്ട എന്നാണ് ഈ മന്ത്രി വിളിച്ചു പറഞ്ഞത്. വീണ ജോർജ് ആ രൂപത്തിലൊക്കെയാണ് മന്ത്രിസ്ഥാനം കിട്ടിയത്, അല്ലാതെ വെറുതെ അങ്ങോട്ട് കിട്ടിയതല്ല. കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കെ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് വീണ ജോർജിനെ എങ്ങനെയാണ് മന്ത്രിയാക്കിയത്? കായംകുളം MLA പ്രതിഭാഹരി അവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് നമ്മുടെ ശൈലജ ടീച്ചറെ ഒഴിവാക്കി? കേരളത്തിൽ ആരോഗ്യരംഗം ഇത്രയധികം നല്ല എല്ലാ മേഖലയിലും ഇത്രയധികം ഉണർവുണ്ടാക്കുകയും എല്ലാ ഹോസ്പിറ്റലുകളും കൃത്യമായി പ്രവർത്തിക്കുകയും എവിടെയും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ എത്തുകയും അതിനുവേണ്ടി കൃത്യമായി അവിടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ശൈലജ ടീച്ചറെ അവസാനം ലോക്സഭയിലേക്ക് ഇലക്ഷൻ പറഞ്ഞയച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി അവരെ നശിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി മേലിൽ ശൈലജ ടീച്ചർ നാളത്തേക്ക് പൊങ്ങി വരരുത്, അവർ ഇത്രയും നാണം കെട്ട, എല്ലാ തരത്തിലും ജനങ്ങൾ വെറുക്കുന്ന ഒരു മന്ത്രിയായി അറിയപ്പെടണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചത്. അവർക്കുണ്ടായിരുന്ന പേരും പ്രശസ്തിയും എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വടകരയിൽ കൊണ്ടു നിർത്തിയത്. അവസാനം ഷാഫി പറമ്പിൽ വന്നപ്പോൾ 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റു തുപ്പിയിട്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ ഇത്രയും പരാജയപ്പെടുത്തിയതിന് കാരണം പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ സ്വന്തം അണികളെ കൊണ്ട് മാറ്റിക്കുത്തി വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്? മന്ത്രി ശൈലജ ടീച്ചറെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്തൊരു ഹീനമായ കാര്യമാണ്! ഇത്രയും 70-ാം വയസ്സിൽ അവരുടെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു നാണക്കേടാണ്. ഈ വിധത്തിൽ വീണ ജോർജിന് വേണ്ടി എല്ലാ തരത്തിലും പിണറായി വിജയൻ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ കൃത്യമായുള്ള തെളിവാണ് SAT ഹോസ്പിറ്റൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ അവിടെ നടന്നിട്ടുള്ള രംഗങ്ങളാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നന്ദി, നമസ്കാരം.
നിന്റെയൊക്കെ മാപ്പിളമാരാന്നാണ് ചോദിച്ചത്. ഇതാണ് ഒരു പോലീസുകാരൻ ചോദിക്കേണ്ട ചോദ്യം. ഇത്രയും സംഭവം നടന്ന് എവിടെ? വീണ ജോർജ് എവിടെ? ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എവിടെ? ഇവിടെയൊക്കെ എന്തിനു മന്ത്രിയാക്കിയത്? പാവപ്പെട്ട ജനങ്ങൾ വോട്ടിട്ട് 6:30 മണി മുതൽ കാപ്പി മാറ്റം ചൊല്ലിക്കുന്നു. ഇരുട്ടത്ത് എങ്ങനെ കയറി പോകും? രണ്ടാമത്തെ നിലയിൽ എങ്ങനെ ആഹാരം കൊടുക്കും ഒരു ഗർഭിണിക്ക്?